ഉയർച്ചയും അനുഗ്രഹവും സമാധാനവുമൊക്കെ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ഉയർച്ച പ്രാപിച്ച് ദൈവമക്കളായി നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സമാധാനമായി വെളിപ്പെട്ടു വരും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അതെ, പലപ്പോഴും ഈ ലോകപ്രകാരം അനേകർ ഏതോ ഉയർന്നവരാണെന്നും ഏതോ വലിയ നിലകളിൽ പലതും നേടുവാൻ കഴിഞ്ഞു എന്നും കരുതി ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് നാം പ്രാപിക്കുന്ന അനുഗ്രഹം മാത്രമാണ് നിലനിൽക്കുന്നതും ഉയർച്ച മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ സമാധാനമായി വെളിപ്പെടുന്നതും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. അതെ, ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, സത്യത്തോടെ, അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹന്ന ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദരിദ്രനെ പൊടിയിൽ നിന്നുയർത്തി ദൈവസന്നിധിയിൽ വലിയവനാക്കുന്ന സർവശക്തനാകുന്ന ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. അവളുടെ കണ്ണുനീരുകൾ കണ്ടു. അവളുടെ കണ്ണുനീരുകൾക്ക് മറുപടി കൊടുപ്പാനിടയായിരുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടി ഉയർത്തുന്നവനും മഹിമാസനം അവകാശമായി നൽകുന്നവനും തന്നെ. അതെ, യഹോവ ഒരുവനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ ദൈവസന്നിധിയിൽ താണിരിക്കുക മാത്രമാണ് അതിൻ്റെ പ്രതിധ്വനി. കർത്താവ് നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മ, അനുഗ്രഹം, സമാധാനം ഇവയൊക്കെ പ്രാപിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ താണിരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട് നമ്മോട് ഇങ്ങനെ വെളിപ്പെട്ടു വരും, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അതെ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോഴും നിൻ്റെ പ്രകാശം നിൻ്റെ മേൽ നിലനിൽക്കുന്നു. പലപ്പോഴും നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അന്ധകാരം ഭൂമിയെ മൂടി, കൂരിട്ട ജാതികളെ മൂടി, ദൈവിക സമാധാനം നഷ്ടപ്പെട്ട നിലകളിൽ അനേകർ തകർന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയോ കൃപ ചുറ്റിക്കൊള്ളും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയോ ദൈവിക സമാധാനം എന്നെന്നും ഭരിച്ച് നടത്തുവാനിടയായിത്തീരും. അതെ, നമ്മുടെ ശുശ്രൂഷയിൽ, ആത്മിക ജീവിതത്തിൽ, കുടുംബത്തിൽ, ചുറ്റുപാടുകളിൽ, ജോലി മേഖലകളിൽ ദൈവം തരുന്ന ഓരോ അവസരങ്ങളിലും താഴ്മയോടും വിനയത്തോടും കൂടെ നാം യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ കർത്താവിൻ്റെ സമാധാനം എന്നും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. ഒരു അനുഭവം ഒരിക്കൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കും കാലയളവിൽ അദ്ദേഹത്തിൻ്റെ പടയാളികളെ ചിലരെ മാറ്റുവാൻ അദ്ദേഹം ഓർഡർ കൊടുത്തു. എന്നാൽ പടയാളികളിൽ ഉന്നതരായ ചിലർ അതിനെ എതിർക്കുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതറിഞ്ഞ എബ്രഹാം ലിങ്കൻ ആ ഓർഡറുകൾ മരവിപ്പിച്ച് പിന്നെയും സൈലൻ്റായിട്ട് ഇരിക്കുവാനിടയായി തീർന്നു. സേനാധിപതി അദ്ദേഹത്തെ മൂടൻ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാനൊരു മൂടനാണ് എന്ന് അംഗീകരിച്ച് ആ ഓർഡറുകൾ എല്ലാം മാറ്റിവെച്ചു. ഒരു കാര്യം നമുക്കിങ്ങനെ മനസ്സിലാക്കുവാനിടയായി തീരും, താൻ ആ ഓർഡറുകൾ മാറ്റിവെച്ചപ്പോൾ തനിക്ക് ലഭ്യമായിരുന്ന പ്രസിദ്ധിയേക്കാൾ കൂടുതൽ പ്രസിദ്ധി പിന്നാലെ ആ രാജ്യത്ത് തനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ആരെങ്കിലും നമ്മളെ താഴ്ത്തിക്കെട്ടുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മുടെ നന്മയെ അടച്ചു കളയുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മനോവിനയത്തോടെ നാം കരയുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം, കർത്താവിന് മാത്രമേ നമ്മെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. കർത്താവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവിന് മാത്രമേ വളർച്ചയും അനുഗ്രഹവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ കഴിയുകയുള്ളൂ. അതെ, സദൃശ്യവാക്യം 16-19 ഇങ്ങനെ കാണുന്നു, ഗർവികളോട് കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരായിരിക്കുന്നത് നല്ലത്. അതെ, മനോവിനയത്തോടും താഴ്മയോടും ദൈവസന്നിധിയിൽ നാം ആയിരിക്കാം. കർത്താവ് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. അല്ലാതെ അഹങ്കാരിയായി ലോകത്തിൽ എന്തെങ്കിലും നേടുവാൻ ശ്രമിച്ചാൽ പിന്നത്തേതിൽ അത് താഴ്ചയ്ക്കും അപമാനത്തിനും കഷ്ടത്തിനും കാരണമാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ താഴാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.